സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതിന് ടീകോമിന് നഷ്ടപരിഹാരം നൽകുന്നു എന്നത് തെറ്റായ പ്രചാരണമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭൂമിക്കും മറ്റുമായി ചെലവാക്കിയ ഓഹരി മൂല്യമാണ് മടക്കി നൽകുന്നതെന്ന് മുഖ്യമന്ത്രി ഇന്ന് വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. കാലതാമസം വരുമെന്നതുകൊണ്ടാണ് ആർബിട്രേഷൻ പോകാത്തത്. പദ്ധതിയുടെ ഭൂമി ആർക്കും പതിച്ചു കൊടുക്കില്ലെന്നും മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കി. സ്മാർട്ട് സിറ്റി പദ്ധതി ഉപേക്ഷിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിന് ശേഷം ഇതാദ്യമായാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം വരുന്നത്. പദ്ധതിയിൽ നിന്ന് പിന്മാറുന്ന ടീകോമിന് നഷ്ടപരിഹാരം നൽകുന്നുവെന്ന വിമർശനം മുഖ്യമന്ത്രി നിഷേധിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വാർത്താക്കുറിപ്പിലായിരുന്നു നഷ്ടപരിഹാരം എന്ന പരാമർശം ആദ്യം കടന്നു വന്നത്. സ്മാർട്ട് സിറ്റിയിൽ സാധാരണ നിലക്ക് ടീകോം അവർ വാങ്ങിയ ഓഹരി വില അതാണ് സാധാരണ നിലക്ക് മടക്കി കൊടുക്കേണ്ടി വരിക. ഇത് തന്നെ ഇൻഡിപെൻഡൻറ്റ് ഇവാലുവേറ്റർ തീരുമാനിക്കുന്നതാണ്. അത് നഷ്ടപരിഹാരമല്ല. നഷ്ടപരിഹാരം എന്നൊരു വാക്ക് അവിടെ ഉപയോഗിക്കേണ്ടതായിട്ടില്ല. അത് സാധാരണ നിരക്ക് കരാറിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ്. സ്മാർട്ട് സിറ്റി ഭൂമി സ്വകാര്യ കമ്പനികൾക്ക് കൈമാറാനുള്ള നീക്കമാണെന്ന പ്രതിപക്ഷ വിമർശനവും മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു. അത് പൂർണ്ണമായും ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ളതായിരിക്കും. ഗവൺമെൻറ് ഉടമസ്ഥതയിലൊരു പൊതുമേഖലാ സ്ഥാപനമായിട്ട് ഇത് നിലനിൽക്കും. ഒരു ജോയിൻറ്റ് വെഞ്ചറും അവിടെ ഉണ്ടാവില്ല. ഒരു കൂട്ടർക്കും ഇത് പതിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവർ പോയി വേറൊരു കൂട്ടർ ആ സ്ഥാനത്ത് വന്നിരിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്ന കാര്യമല്ല. അങ്ങനെയൊരു കാര്യമേ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. പദ്ധതിയിൽ നിന്ന് ടീകോം പിന്മാറുന്നതിനുള്ള കാരണമെന്തെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയില്ല. ടീകോമിന്റെ മുൻ സിഇഒ ബാജു ജോർജിനെ നഷ്ടപരിഹാരം വിലയിരുത്താനുള്ള സമിതിയിൽ അംഗമാക്കിയതിനെ പറ്റിയും മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. 24 തിരുവനന്തപുരം.